ഗൈസ് എല്ലാവർക്കും സുഖം തന്നെയല്ല, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മുന്നേ ഇട്ട ഒരു വീഡിയോയുടെ അപ്ഡേഷനാണ് ഈ തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് പലർക്കും ഇപ്പോൾ തമ്മിൽ എൻ്റെ ഒപ്പം മനസ്സിലായി കാണും. അതായത് ഞാനൊരു കുറച്ച് നാൾ മുന്നേ എനിക്ക് ചെറിയ രീതിയിൽ ആക്നീസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ഈ പ്ലിക്സിൻ്റെ പ്ലിക്സ് എന്നല്ലേ പറയുന്നത്, പ്ലിക്സിൻ്റെ കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. അതായത് ഒരു ആക്നെ കോംബോ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ ഞാൻ തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ കറക്റ്റ് 21 ഡേയ്സ് അത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രമാണ് ഞാൻ 21 ഡേയ്സ് ആയിട്ട് എൻ്റെ മുഖത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതല്ലാതെ ഞാൻ എൻ്റെ DIY ഫേസ് പാക്കുകളും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്തൊക്കെയാണ് തോന്നിയത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം, ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻസ് അല്ല. ഇതൊക്കെ ഞാൻ എൻ്റെ സ്വന്തം ക്യാഷ് കൊടുത്ത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അല്ലാതെ ഇതൊരിക്കലും എനിക്ക് അവർ അയച്ചു തന്നതോ പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാനിത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി എൻ്റെ ഈ ചാനലിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ 21 ഡേയ്സ് ടോട്ടൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് എന്താണോ തോന്നിയത് അതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ ഇടയായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, ഞാനൊരു നമ്മുടെ സ്നേൽ മ്യൂസിൻ യൂസ് ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്കത് ചേരുന്നില്ല, എനിക്ക് പിമ്പിൾസ് വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതല്ലാതെ ഇപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ കുറച്ച് പുതിയ പ്രോഡക്ട്സുകളൊക്കെ ട്രൈ ചെയ്തപ്പോൾ ചിലതൊക്കെ എനിക്ക് പിമ്പിൾസ് വരാൻ ചാൻസ് ആയിട്ട് പിമ്പിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഡാമേജ്ഡ് ആയിട്ടാണ് എൻ്റെ സ്കിന്ന് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ വാങ്ങി യൂസ് ചെയ്ത് പുതിയതായിട്ട് ട്രൈ ചെയ്ത പ്രോഡക്ട്സുകളാണ് ഇത്. പിന്നെ ആദ്യം തന്നെ ഞാൻ പറയാം, ഇപ്പോൾ ഞാൻ ഇതല്ല യൂസ് ചെയ്യുന്നത്. അതിന് റീസണും ഞാൻ പറയാം. ഇപ്പം ഞാൻ വേറെ കുറച്ച് പ്രോഡക്ട്സാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന ഈ ദിവസം വരെ ഞാൻ ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്തത്. പക്ഷെ ഇനി അങ്ങോട്ട് ഞാൻ വേറെ കുറച്ച് പ്രോഡക്ട്സ്, ഒരു ആക്നെ കിറ്റ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ അതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണെന്നൊക്കെ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് അധികം സംസാരിക്കാതെ നമുക്ക് ഓരോന്നിൻ്റെ റിവ്യൂവും കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയത് ഒരു 4 സംഭവങ്ങളാണ്. ഞാനൊരു 1600 എന്തോ രൂപയ്ക്ക് ഓഫറിലാണ് ഈ ഒരു 4 കോംബോ ആയിട്ട് വാങ്ങിയത്. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പിമ്പിൾ ക്ലിയർ, അതായത് ജാമൂൺ ആക്റ്റീവ് ആക്നെ ഒരു ഫേസ് വാഷ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ടോണർ വരുന്നുണ്ട്. ഈ ടോണറും വന്നത് ജാമൂൺ ക്ലാരിഫയിങ് ഫ്രൂട്ട് ടോണറാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തന്നെ ഒരു ആക്നെ കൺട്രോൾ സെറം വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഇതിൻ്റെ തന്നെ ഒരു ആക്നെ കൺട്രോൾ മോയ്സ്ചറൈസർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസ് ആയിട്ട് ഇതിൽ വന്നിരിക്കുന്നത് ജാമൂണാണ്. അതായത് നമ്മുടെ അതെന്താ പറയുക, ഇല്ല ജാമൂണില്ലേ, ഞാൻ എൻ്റെ പിക്ക് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കും. ഈ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് കാണുമല്ലോ. എന്തോ എന്നാരോ അതിന് പറയുന്നത്, ഈ ഇതിന് ഇല്ല വായിൽ കറ വരുന്ന ആ ജാമൂൺ, അതിനെന്താ പറയണേ, അത്തിപ്പഴോ? തമിഴ്നാട്ടിൽ കിട്ടുന്നത് അത്തിപ്പഴം അല്ല, അത് വേറെ. എന്നാ അത്തിപ്പഴം, ജാമൂൺ, അതിനെന്തോ പറയുന്നത്, ഞാൻ ഇവിടെ പിക്ക് കാണിക്കാം കേട്ടോ. അപ്പം അതിൻ്റെ 4 കോംബോ ഐറ്റംസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഗൈസ്, അതിൻ്റെ പേര് നമ്മുടെ മലയാളത്തിലെ ഞാവൽപ്പഴം എന്നാണ് കേട്ടോ പറയുന്നത്. ഞാവൽപ്പഴമാണ് ഇവരുടെ ഈ ഒരു ആക്നെ കൺട്രോളിൽ ഈ ഒരു 4 സംഭവത്തിൽ ബേസായിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫേസ് വാഷിൽ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ അവർ ആദ്യം തന്നിരിക്കുന്ന ഫേസ് വാഷാണ് ഇത്. ജാമൂൺ ആക്റ്റീവ് ആക്നെ ജ്യൂസി ക്ലെൻസർ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ സാലിസിലിക് ആസിഡ്, ബെൻസൈൻ, ആസിലിക് ആസിഡ് എന്നാണ് കിടക്കുന്നത്. റെഡ്യൂസ് സെബം ആൻഡ് ആക്നെ എന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ആക്നെ പ്രോൺ ആൻഡ് ഓയിലി സ്കിന്നിനാണ് ഇവർ ചെയ്തിരിക്കുന്നതെന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫേസ് വാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര ഒരു നൈസായിട്ടുള്ളൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടി ഫ്ലേവറാണ് കേട്ടോ വരുന്നത്. പിന്നെ ഭയങ്കര ലിക്വിഡി ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു ജെൽ ടൈപ്പ് പോലെ ഭയങ്കര ടെസ്റ്റാണ് കേട്ടോ. ഒരു ലൈറ്റായിട്ട് ഒരു പർപ്പിൾ പിങ്ക് ആ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. സ്മെല്ലൊരു ലൈറ്റ് സ്മെല്ലുണ്ട് കേട്ടോ, ഒരു ഫ്രൂട്ടി സ്മെല്ലുണ്ട്.
പിന്നെ ഇത് നന്നായിട്ട് പതയുന്നുമുണ്ട്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഡ്രൈ ആക്കുന്നൊന്നുമില്ല സ്കിന്ന്. പക്ഷേ എനിക്കങ്ങനെ ഇത് യൂസ് ചെയ്തിട്ട് ഒരു പ്രത്യേകിച്ച് എൻ്റെ പിമ്പിൾസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് എനിക്കിത് തോന്നിയില്ല കേട്ടോ. ജസ്റ്റ് ഒരു നോർമൽ ഫേസ് വാഷ് നമ്മുടെ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് യൂസ് ചെയ്യാനാണെങ്കിൽ ഇത് ഓക്കെയാണ്. സ്കിന്ന് ഡ്രൈ ആക്കണില്ല, നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ സാലിസിലിക് ആസിഡൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്നും നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പിമ്പിൾസിന് വേണ്ടിയിട്ടോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ സംഭവം അടിപൊളിയാണ്. ഇപ്പം നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് പിമ്പിൾസും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ആക്റ്റീവായിട്ട് പിമ്പിൾസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് വാങ്ങി യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സാധാ ഒത്തിരി ഫേസ് വാഷെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഫേസ് വാഷിനെ കുറിച്ച് എനിക്ക് അതാണ് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം തന്നെ ഞാൻ ആദ്യമേ പറയാം, കുറേ പേര് റിവ്യൂസിൽ ഇത് അടിപൊളിയാണ്, അതായത് ഇവരുടെ ഈ ഒരു ആക്നെ റേഞ്ച് കിട്ടിലാണ്, ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അവർക്കൊരു ഫേസിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഭയങ്കര മാജിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആ രീതിയിലൊന്നും ഈ 21 ഡേയ്സിൽ തോന്നിയിട്ടില്ല. മേ ബി ഇനി അങ്ങോട്ട് യൂസ് ചെയ്യുമ്പോൾ തോന്നുമായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ വേറൊരു സംഭവമാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഫേസ് വാഷിനെ കുറിച്ച് എനിക്കിതാണ് പറയാനുള്ളത്. ഡീസൻറ്റ് പ്രോഡക്റ്റാണ്. ആക്നേസ് ഒക്കെ 1-2 അവിടെ ഇവിടെയൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ് ചെയ്ത് നോക്കായിരിക്കും. പക്ഷേ എനിക്ക് ഇതുകൊണ്ട് ആക്നീസ് ഡ്രൈ ഔട്ട് ആവുന്ന പോലെ തോന്നിയിട്ടില്ല. കാരണം ഇതിൽ സാലിസിലിക് ആസിഡ് കണ്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ടോണറാണ് തന്നിരിക്കുന്നത്. ഇത് ജാമുൻ ക്ലാരിഫയിങ് ഫ്രൂട്ട് ടോണർ എന്നാണ്. ഇതിൽ 2% സാലിസിലിക് ആസിഡ് ഉണ്ട്, സിങ്ക് PCA നിയാസിനമൈഡ് ഉണ്ട് കേട്ടോ. ടാർഗറ്റ് ക്ലോഗ്ഡ് പോസ് ആൻഡ് സ്മൂത്ത്നെസ് ടെക്സ്ചർ എന്നാണ് കിടക്കുന്നത്. ആൽക്കഹോൾ ഫ്രീ എന്നാണ്. ഫോർ ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിൻ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖത്ത് വരുന്ന ചെറിയ ആ ഒരു പോർസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മാറ്റാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് കിടിലാണ് കേട്ടോ. ഒരു ടോണർ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ വർക്ക് ഇത് കിടിലായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്കിത് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് എൻ്റെ പിമ്പിൾസ് വന്നതൊന്നും ഡ്രൈ ഔട്ട് ചെയ്യുന്നൊന്നും അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇത് സ്കിന്ന് ഒരു ടോണർ എന്നുള്ള രീതിയിൽ നല്ല സ്മൂത്ത് ആക്കുന്നുണ്ട്. നല്ല ഒരു നമ്മുടെ ടോണേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവലൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അതിത് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇത് ഉണങ്ങാൻ കുറച്ച് പാടാണ് കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഫാനിൻ്റെ മുന്നിലൊക്കെ ഇരിക്കണം. നോർമൽ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ വെള്ളം പോലെ ആണെങ്കിലും അതേ രീതിയിൽ ഉണങ്ങുന്നില്ല. ഇത് ഭയങ്കര വാട്ടറി ടൈപ്പാണ് കേട്ടോ. നമ്മളെന്തോ ഒരു വെള്ളം മുഖത്ത് തേക്കുന്ന ഒരു ഫീലേ ഉള്ളൂ. അത്ര വലിയ മണമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഇത് എനിക്ക് ഒരു 10 out of 10 തന്നെ ഞാൻ കൊടുക്കും. കാരണം ടോണർ എന്നുള്ള രീതിയിൽ ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തത് വെച്ച് നോക്കിയാൽ ഒരു നിങ്ങളുടെ പിമ്പിൾസ് ഒക്കെ വരുന്ന ഒരു ഓയിലി സ്കിൻ ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങാം. ഇത് മാത്രമായിട്ടൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഈ കോംബോ തന്നെ വാങ്ങണമെന്നൊന്നുമില്ല. നല്ലൊരു ടോണർ തപ്പി നടക്കുകയാണെങ്കിൽ സാലിസിലിക് ആസിഡിൻ്റെ ടോണർ വേണമെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ടോണർ കഴിഞ്ഞു. പിന്നെ ഇനി അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട അവരുടെ സെറമാണ് കേട്ടോ. സെറത്തിൽ ജാമുൻ ആക്റ്റീവ് ആക്നെ കൺട്രോൾ ഡ്യൂയി സെറം എന്നാണ് പറയുന്നത്. സാലിസിലിക് ആസിഡ് 2% ഉണ്ട്. സിങ്ക് കഫൈൻ ഉണ്ട് കേട്ടോ. റെഡ്യൂസ് ആൻഡ് പ്രിവെൻറ്റ് ആക്നെ, ഹെൽപ്സ് ഓയിൽ കൺട്രോൾ എന്നാണ്. ഫോർ ഓയിലി ആക്റ്റീവ് പ്രോൺ സ്കിൻ എന്നാണ് കേട്ടോ. ഇത് ഭയങ്കര ലിക്വിഡായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ മുഖത്തിങ്ങനെ പെട്ടെന്ന് സാലിസിലിക് ആസിഡ് എല്ലാം അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് സെറമൊക്കെ. പിന്നെ ഇതിന് ചെറിയൊരു സ്മെല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫ്രൂട്ടി സ്മെൽ ഇതിന് മൊത്തത്തിലുണ്ട്. കാരണം ജാമുൻ ബേസ് ചെയ്ത് വരുന്നതുകൊണ്ടായിരിക്കാം. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാലിസിലിക് ആസിഡ് 2% ഉള്ള നിറയെ ബ്രാൻഡിൻ്റെ സെറം നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു സെറമാണ്. ഇപ്പോൾ ആക്നീസ് പുതിയത് വരുന്നതിനെ ഇതൊരിക്കലും കൺട്രോൾ ചെയ്യുന്നില്ല. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ആക്നീസ് വന്നിട്ടുണ്ടല്ലോ, അത് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ പഴുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ തെള്ളി വരത്തില്ലേ, ആ സമയം എത്തുമ്പോൾ അതിനെ പെട്ടെന്ന് ഡ്രൈ ഔട്ട് ചെയ്ത് കളയാനായിട്ട് ഈ ഒരു സെറം യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അല്ലാതെ എനിക്ക് ആക്നീസ് വരുന്നതിനെ കൺട്രോൾ ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആക്നീസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഭയങ്കര പഫായിട്ടൊക്കെ ഇങ്ങനെ ഈ വന്ന് നിൽക്കുമല്ലോ അഴുക്കൊക്കെ പിമ്പിൾസിൽ, അതൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് ഡ്രൈ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് തന്നെ വേണമെന്ന് വെച്ചാൽ ഡീസൻറ്റ് സെറമാണ്. ഇതല്ലാതെ 2% സാലിസിലിക് ആസിഡുള്ള വേറെയും സെറം അവൈലബിൾ ആണ്. ഇത് വേണമെങ്കിലും നിങ്ങൾ വാങ്ങാം. അങ്ങനെ ഭയങ്കര വണ്ടേഴ്സ് ഒന്നും ഇത് ചെയ്യുന്നില്ല, പക്ഷേ നല്ലതാണ് കേട്ടോ. ഒരു ഡീസൻറ്റ് പ്രോഡക്റ്റാണ്.
കാര്യത്തിൽ അവർ പറയുന്നുണ്ട് ഡ്യൂയി സെറം ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു ഡ്യൂയി എന്ന് പറയുമ്പം ചെറിയൊരു ഗ്ലോയും ഒരു തിളക്കം ഒക്കെ തരുന്നതായിട്ടല്ലേ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മൾ ഇടുന്ന ടൈമിൽ കുറച്ചൊന്ന് എന്താ പറയുക, മുഖം ഒന്ന് മോയ്സ്ചറൈസ്ഡ് ആയ പോലെ ഫീൽ ഉണ്ട്. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പം അങ്ങനെ ഫീൽ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ എടുക്കുന്നതാണ് ഇവരുടെ കൂടെ ഉള്ളത് മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് ജമുൻ ആക്റ്റീവ് ആക്നെ സ്മൂത്തി മോയ്സ്ചറൈസർ എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൽ 2% ആക്നെ ബസ്റ്റർ കോംപ്ലക്സ് നിയാസിനമൈഡ് ആണ് ഉള്ളത്. ഇത് എന്താ പറയുക, ഇതെന്ന് പറഞ്ഞാൽ ശരിയാണ്, ഒരു സ്മൂത്തി പോലെയാണ് ഈ സംഭവം ഇരിക്കുന്നത്. ഒരു ജെല്ലി ടൈപ്പാണ് കേട്ടോ സംഭവം. ഇത് ജെൽ ബേസ് ആണ്, ഇത് ക്രീം ബേസ് അല്ല. നിങ്ങളുടെ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം, അടിപൊളിയാണ്. നല്ലൊരു ആ ഒരു ഫ്രൂട്ടി സ്മെല്ലുണ്ടല്ലോ, ലൈറ്റായിട്ട് ഭയങ്കര മൈൽഡായിട്ട് അത്രേ ഇതിലുള്ളൂ. ഭയങ്കര സ്മൂത്തായിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരു ജെല്ല് പോലെ ഇത് ഗ്ലൈഡായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു സാധനമൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ സംഭവത്തിൽ പറയുകയാണെങ്കിൽ കിടിലാണ്, എല്ലാം നല്ല സ്മൂത്തും ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ വരുമോയെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്കിത് യൂസ് ചെയ്യുന്ന ടൈമിൽ അങ്ങോട്ട് മുഖത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഫേസ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അങ്ങ് ഡള്ളായി പോവുകയാണ് കേട്ടോ. അതായത് കളറൊക്കെ അങ്ങ് മങ്ങിയിട്ട് ഭയങ്കരമായ രീതിയിൽ അങ്ങനെ കറുത്തു പോയ പോലൊരു ഫീല് വരികയാണ് കേട്ടോ. പിന്നെ നമ്മളത് വാഷ് ചെയ്ത് കളഞ്ഞാലും മുഖം ഭയങ്കരമായ രീതിയിൽ ഡള്ളായിട്ട് ഉള്ള ഒരു ഫീലാണ് വരുന്നത്. അതായത് നമ്മളൊരു മോയ്സ്ചറൈസർ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ലൊരു സപ്പിളായിട്ടും നല്ലൊരു മോയ്സ്ചറായിട്ടൊക്കെയാണല്ലോ ഇരിക്കേണ്ടത്. പക്ഷേ എനിക്കിത് യൂസ് ചെയ്ത ടൈമിൽ എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളും കരുവാളിച്ച് ഭയങ്കര ഒരു മോശമായിട്ടുള്ള രീതിയിലാണ് പോയത്. പക്ഷേ ഇതെനിക്ക് പിമ്പിൾസോ കാര്യങ്ങളൊന്നും വരുത്തിയില്ല. എൻ്റെ പിമ്പിൾസിന് മാറ്റമുള്ളതായിട്ടും എനിക്ക് തോന്നിയില്ല. കാരണം വരുന്ന പിമ്പിൾസിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല, കൺട്രോൾ ചെയ്യുന്ന ഒരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡള്ളാക്കിയാണ് ചെയ്തത്. അപ്പം എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഈ ഒരു ഫ്ലിക്സിൻ്റെ ആക്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനെയായിരുന്നു എന്ന്. പക്ഷെ കുറേ പേര് നല്ല റിവ്യൂസാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മേ ബി നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും വരുന്നത്. ഇപ്പോൾ എല്ലാ സംഭവങ്ങളും എല്ലാവരുടെ സ്കിന്നിനും പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ സ്കിന്നിന് ഈ മോയ്സ്ചറൈസർ വർക്ക് ആയില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അറിയാം, ഭയങ്കരമായ ഒരു ഡള്ളായിട്ടുള്ള രീതിയിലാണ് മുഖം ഇരിക്കുന്നത്. ഭയങ്കരമായ രീതിയിൽ കരുവാളിച്ചൊരു ഫീൽ എനിക്ക് തന്നെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം അത് ഈ മോയ്സ്ചറൈസറും ഈ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. വീണ്ടും സ്കിന്നൊന്നും നല്ല രീതിയിൽ ഡാമേജ്ഡ് ആയിട്ടുണ്ട്. എനിക്കപ്പോൾ അത് പയ്യെ തിരികെ കൊണ്ടുവരണം. ഞാനിപ്പോൾ പുതിയതായിട്ട് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അതും എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. അതും പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല, എൻ്റെ ക്യാഷ് കൊടുത്ത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ എന്നിട്ടും ഇത് യൂസ് ചെയ്യുന്നത് നിർത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു 21 ഡേയ്സെങ്കിലും ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ജെന്യൂനായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തുടർന്നും ഇത് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു 5 ദിവസം 6 ദിവസം യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തൊരു റിവ്യൂ പറയുന്നത് ശരിയല്ലല്ലോ. ചിലപ്പോൾ പിന്നീടായിരിക്കും ഇത് നമുക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 21 ഡേയ്സ് ഞാൻ യൂസ് ചെയ്തിട്ടും എൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ എൻ്റെ സ്കിൻ ഒന്നും കൂടെ കരുവാളിപ്പാക്കിയതല്ലാതെ എനിക്ക് ഈ മോയ്സ്ചറൈസർ കണ്ട ഒരു ഗുണവും തോന്നിയില്ല. പിന്നെ നിങ്ങൾ ഇതിൽ വാങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എന്ന് ഞാൻ പറയാം ഇതിലെ ഈ ഒരു ടോണറും പിന്നെ ഈ ഒരു ഫേസ് വാഷുമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് രണ്ടും കണ്ണും പൂട്ടി വാങ്ങും. അതിൽ ഈ ടോണർ 10 out of 10 ആണ്. നിങ്ങൾക്ക് ഒരു ടോണർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങാം കേട്ടോ. ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ, ഡ്രൈ സ്കിന്നിന് ഇത് വർക്ക് ചെയ്യില്ല. അവിടെ വേറെ ഏതെങ്കിലും റേഞ്ച് നോക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ സ്കിന്നോ ഓയിലി സ്കിന്നോ ആക്നെ പ്രോൺ സ്കിന്നോ ആണെങ്കിൽ ഇത് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ ഈ മോയ്സ്ചറൈസർ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ഇതിനെക്കുറിച്ച് റിവ്യൂ ആയിട്ട് പറയാനുള്ളത്. ഞാൻ നെഗറ്റീവായിട്ടൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല. എനിക്ക് എന്താണോ തോന്നിയത് അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ മേ ബി നിങ്ങൾക്കൊക്കെ ഇത് ഈ ഒരു ഫ്ലിക്സിൻ്റെ ആക്നെ ആ ഒരു റേഞ്ച് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ടായിരിക്കും. എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി എനിക്ക് മാത്രമാണ് വർക്ക് ചെയ്യാതിരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും സാധനം ഇനി ഇരിക്കുകയാണ്, പക്ഷെ ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഞാൻ വേറൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുകയാണ്. ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് അറിയാമല്ലോ ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്.
എന്തായാലും നിങ്ങൾ ആർക്കെങ്കിലും യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങി ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്താണ് കാര്യമില്ല നിങ്ങളുടെ ഞാൻ വീണ്ടും പറയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. മാത്രമല്ല ഈ ഒരു റേഞ്ചിൽ വേറെ എന്തെങ്കിലും നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പറയുക. പിന്നെ ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് ഈ ഒരു ആക്നെ റേഞ്ചിൽ നിന്ന്, അതായത് പ്ലിക്സിൻ്റെ ആക്നെ റേഞ്ചിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റിൽ എഴുതുക. അപ്പോഴാണല്ലോ ബാക്കിയുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. കാരണം എൻ്റെ ഒരാളുടെ സ്കിന്നിൽ യൂസ് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് മാത്രമാണല്ലോ ഞാനിതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായം നിങ്ങൾ ഇതിൽ പറയുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. പുതിയതായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾ കമൻസിൽ ചോദിക്കുക, ഞാൻ ഉറപ്പായിട്ട് അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ആർക്കെങ്കിലും ഒക്കെ ഇതൊക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ.